സിനിമ എന്നത് പലർക്കും പല രീതിയിലാണ്. ഒരു സിനിമ എടുക്കാൻ കോടികൾ വേണമെന്ന് പറയുന്നവരുണ്ട്, ലക്ഷങ്ങൾ മതി എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ സിനിമയ്ക്ക് സ്വപ്നങ്ങളും പരിശ്രമവും മാത്രം മതി എന്ന് തെളിയിച്ച ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. തന്റെ ശാരീരിക പരിമിതികളെ എല്ലാം മറികടന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വെച്ച കളം അറ്റ് 24 എന്ന സിനിമയുടെ ഡയറക്ടർ ശ്രീ രാകേഷ് കൃഷ്ണൻ കൂരമ്പാലയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മലയാളത്തിലെ വൺ ഓഫ് ദി പ്രൗഡ് ഡയറക്ടറാണ് ഇപ്പോൾ. കളം അറ്റ് 24 റിലീസ് ചെയ്തപ്പോ ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു? സന്തോഷം മാത്രം. ഓക്കെ. സോ തന്റെ ആദ്യത്തെ സിനിമ ഇത് തന്നെ ആയിരിക്കണം എന്ന് ഫിക്സ് ചെയ്ത് എന്തുകൊണ്ടാ? കളം അറ്റ് 24 ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാ തീരുമാനിച്ചത്? അതിലേക്കൊന്നും പോവാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ പലം ചെയ്യുമെന്ന് ആഗ്രഹിച്ചു. അപ്പം അങ്ങനെയാണ് കഥ ഉണ്ടാവുമെന്നും ഇങ്ങനെ സംഭവിക്കും. ഇതിനൊക്കെ ഒരു സിനിമ ആഗ്രഹിച്ചു. അത് ഒരു ദിവസം കഥ അറ്റിട്ടുണ്ടായി എന്നത്. ഓക്കെ. ഈ ഒരു സിനിമയുടെ മേക്കിങ്ങിന് ടോട്ടലി എത്ര നാളെടുത്തു? എത്ര നാളത്തെ പരിശ്രമമാണ് ഈ സിനിമ? ഈ സിനിമ ശരിക്കും 2 വർഷം എടുത്തു. 2 വർഷം. അതായത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ റീ എഡിറ്റ് ചെയ്ത് അത് നമുക്കൊരു 6 മാസം എടുത്തു. 6 മാസമായിട്ട് നമുക്ക് സാമ്പത്തികമില്ലായ്മ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയൊക്കെ മാറി പിന്നീട് തിയേറ്ററിൽ എത്തിക്കുമ്പം നമുക്ക് വേറെ ഫണ്ടിങ്ങൊന്നുമില്ല. ഇങ്ങനെ മന്ത്രി സജസ്റ്റ് സാധനം തീർക്കാണ്. പുള്ളിയെ കണ്ടതിന് ശേഷമാണ് നമുക്ക് എന്താ ഇത് ടേക്ക് ഓഫ് ആയത്. കാരണം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പുള്ളി എടുത്തു. ആ പുള്ളി പറഞ്ഞു ഞാൻ ചക്ക അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിത് പിന്നെ അത് ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ മൈൻഡ് ഔട്ടായിരുന്നു കേട്ടോ. മന്ത്രിയുടെ ആ വാക്കിലാണ് വീണ്ടും ഒരു വിശ്വാസമാണ്. അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. ചുമ്മാ സിമ്പിളല്ലായിരുന്നു ഈ സിനിമ, ഈ യാത്ര. അതും മതി. ഓക്കെ. അപ്പോൾ ഈ ഒരു കഥ അല്ലെങ്കിൽ തിരക്കഥ രൂപപ്പെടാൻ എത്ര സമയം എടുത്തു? തിരക്കഥയൊക്കെ 1 മാസം. നേരത്തെ എഴുതി വെച്ച സാധനമാണ്. ഒന്ന് റെഡിയാക്കി എടുത്തു. റീ അറേഞ്ച് ചെയ്യേണ്ട പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. സിനിമയുടെ കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട്, അല്ലാതെ ഓഡിഷൻ വഴി ഉണ്ട്. പ്രോപ്പർ ഓഡിഷൻ ആയിരുന്നു? പ്രോപ്പർ ഓഡിഷൻ അല്ല, നമ്മൾ സുഹൃത്തുക്കളുമായി കണക്ട് ചെയ്ത് കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നു. അതിനകത്ത് നമുക്ക് ഓക്കെ ആവാതെ എല്ലാം എടുത്തു. മുഴുവൻ പുതിയ ആൾക്കാരാണ്. ടെക്നീഷ്യന്മാരും എല്ലാം പുതിയ ആൾക്കാർ. ക്യാമറ എഡിറ്റിങ്, പിന്നെ മ്യൂസിക്, ലിറിക്ക്, കളറിങ്, പിന്നെ അതിൻ്റെ എല്ലാം പുതിയ ആൾക്കാർ. ഓക്കെ. സിനിമ ഒരു ടീം വർക്കാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ കളം അറ്റ് 24 ആ ഒരു ടീമിൽ എത്ര പേരുണ്ട്? ആരൊക്കെയുണ്ട്? അത് എല്ലാവരും ഒരു ടീമാണ്. ഒരൊറ്റ ടീമാണ്. അത് ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ടെക്നീഷ്യന്മാരായിട്ട് എല്ലാം ഒരു ടീമാണ്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. മെയിനായിട്ട് ഫ്രണ്ട്സ് ആണ് കൂടെ നിന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയ സൗഹൃദം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. സിനിമ എന്നത് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയല്ല. അപ്പോൾ സിനിമ ഒരു സ്വപ്നമായത് എന്ന് മുതലാണ്? 12 വർഷമായി. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇന്റർവ്യൂവും പറഞ്ഞിട്ടൊരു കാര്യമാണ്. മമ്മൂക്ക സിനിമയല്ലേ ജോണി വാക്കർ. അപ്പം അതിൻ്റെ ഒരു താക്കമുണ്ട്. പിന്നീട് +2 പഠിക്കുന്ന സമയത്താണ് നമുക്ക് സിനിമ എങ്ങനെ സിനിമ എത്തണം എന്ന് ആഗ്രഹിച്ചു. ശരിക്കും അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ജോണി വാക്കർ ആണ് ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിന്റ്. ആ സിനിമ ഇഷ്ടം കൊണ്ടാണ്. അതിനുശേഷം സിനിമയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അമ്മ പറയുന്നതൊക്കെ
ക്രിയേറ്റിവിറ്റി ആയിരുന്നു ഈ സിനിമ. അപ്പോൾ ക്രിയേറ്റിവിറ്റി ആകുമ്പോൾ നമ്മളത് എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ ചെയ്യുന്നതിനൊരു ആകാംക്ഷയില്ലേ, അത് കണ്ടുകൊണ്ട്. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആകാംക്ഷയിൽ നിന്നാണ് പിന്നീട് ഇവിടെ വരെ എത്തിയത്. അത് കാരണം ഒരു സിനിമ സംഭവിച്ചു, അത് ഇത്രമേ കാത്തിരുന്നു. അതെ. അപ്പോൾ ഒരു ഡയറക്ടർ ആവാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്താണ്? ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞാൽ ജോണി വാക്കർ. ജോണി വാക്കർ ഒറ്റ വാക്കിൽ ആ ഒരു സിനിമയാണ് എവർ ടൈം ഫേവറേറ്റ്. ജോണി വാക്കർ ആണ്. ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി എന്നൊക്കെ കേട്ടു. മമ്മൂട്ടിക്ക് ശരിക്കും സംഭവിച്ചതാണോ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് ആലോചിച്ചിട്ട് അമ്മയോട് ചോദിച്ചു. ആണ് അത് ശരിക്കും. കാരണം അന്ന് നമുക്ക് വലിയ ഇതില്ല. അപ്പം ശരിക്കും നമുക്ക് മരിച്ചപ്പോൾ അത്ര ഫീൽ ചെയ്തു. അപ്പം ശരിക്കും നമുക്ക് മരിച്ചെന്ന് വിചാരിച്ച് നമ്മൾ തീർച്ചയായും പത്രം എടുത്ത് നോക്കി നീണ്ടു നോക്കുന്നെന്ന് ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല, പത്രം ഒന്ന് നമുക്ക് അത് സിനിമയാടാ, അത് സാങ്കല്പികമാ, റിയലല്ല, അത് വേറെയാ. അപ്പോഴാണ് എനിക്ക് അപ്പോഴാണ് സമാധാനമായത്. അപ്പോഴാണ് സിനിമ ഒരു മാജിക്കാണ് മനസ്സിലായി. പിന്നെ ഒന്ന് തുടങ്ങും. അതാണ് ഫസ്റ്റ് ഉത്തരം. ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിച്ച ആൾ വേണം സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അച്ഛൻ അവസാന നിമിഷം ഈ സിനിമ ഒരു ഘട്ടത്തിൽ എല്ലാം നിന്ന് ബ്ലോക്കായി. സാമ്പത്തികത്തൊന്നുമില്ല. അച്ഛന് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു. ശരി, ഓക്കെ. പിറ്റേ ദിവസം രാവിലെ നിന്നിട്ടിപ്പം അച്ഛൻ്റെ കഴിക്കുന്ന മോരും കിട്ടും. എന്നെ കൊണ്ട് പണയം വെച്ചിട്ട് സിനിമ വാക്ക് പരിപാടി തുടങ്ങുന്നു. ശരിക്കും മണ്ടരയ്ക്ക് പോയി. പുള്ളി പരക്കന അങ്ങനെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല. ഇല്ല, അങ്ങനെ ഒന്നും പരക്കണേ. പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. ആ മോദ്യം എഴുത്തു കൊടുക്കായപ്പം പുള്ളി വിളില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അച്ഛനെയാണ്. ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. അത് നമുക്ക് നമ്മളെ ഒരു എന്താ ഒരു ഈ രംഗത്തേക്ക് വന്നു, ഇത്രയും പേരൊക്കെ അറിഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് അടുത്ത് 2-3 സിനിമ ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം കാണണമെന്നും എല്ലാം അച്ഛനാഗ്രഹം ഉണ്ടായി. ഇനിയിപ്പോൾ ആഗ്രഹമായിട്ട് പോയി. സോ ഒരുപാട് ട്രെൻഡുകൾ മാറി മാറി വരുന്ന ഒരു മേഖലയാണ് സിനിമ. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല മാറ്റങ്ങൾ ഇപ്പം നല്ല സംഭവിക്കും. ആദ്യം മാറ്റങ്ങൾ എല്ലാ കാലത്തും ഇല്ലേ? അതെ. ഇപ്പം ഇപ്പോഴത്തെ സിനിമാനും പണ്ടത്തെ സിനിമ വ്യത്യാസമില്ല. നശിച്ചായ സിനിമയാണ് ഇപ്പം നടക്കുന്നത്. അല്ല, ഭയങ്കര റിയാലിറ്റി അല്ലേ? അതെ അതെ. നല്ല മാറ്റങ്ങളാണ് എല്ലാം. ഓക്കെ. സിനിമയ്ക്ക് പുറമേ ഉള്ള മറ്റൊരു പാഷൻ എന്തായിരിക്കും? സിനിമ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് എന്താണ്? യാത്ര. ട്രാവൽ ഭയങ്കര ഇഷ്ടം. ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. നമുക്ക് സന്തോഷം ഉണ്ടാകും, ശങ്കരം ഉണ്ടാകും, ഒരു യാത്രയും പോകും. അത് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ നൽകുന്ന യാത്രയാണ്. നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും, പല ആൾക്കാരെ കാണാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ യാത്രയുണ്ട്. സിനിമയിൽ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഡയറക്ഷൻ തിരഞ്ഞെടുത്തു? ഡയറക്ടർ ആവണം എന്ന് തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ആദ്യം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്നാലും എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അഭിനയിക്കും എനിക്കൊരു വിശ്വാസമില്ല. പിന്നെ സിനിമ എന്തെങ്കിലും ചെയ്യുന്ന ആളുകൊണ്ടാണ്. അപ്പോൾ സിനിമ ടോപ്പ് പൊസിഷനാണല്ലോ രാജാച്ചെന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ അതിനങ്ങ് പിടിക്കും. അത്ര അതൊരു സിനിമ നമ്മുടെ മനസ്സിൽ സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ഉണ്ടാക്കുന്നത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ ഈ മൊബൈലിലൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ നമ്മുടെ N70 ക്യാമറ ഉണ്ട്, അറിയോ? പണ്ടത്തെ N70 നോക്കിയ ആ ക്യാമറയിലൊക്കെ ഈ ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്യും. ചെറിയ ഡോക്യുമെൻ്ററി ഒക്കെ. ഓക്കെ. അങ്ങനെയാണ് ഡയറക്ഷൻ്റെ തുടക്കം. അങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയത്. ഡയറക്ടർ നല്ല പൊസിഷൻ അല്ലേ? അതെ അതെ. ഡയറക്ടറുടെ ബ്രെയിൻ ആണ് ഒരു സിനിമ അല്ലേ? സോ ഈ സിനിമയുടെ കളമറ്റ് 24ന്റെ റിലീസിന് ശേഷമുള്ള ഒരു റെസ്പോൺസ്, എല്ലാവരുടെയും റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല അഭിപ്രായം.
നല്ല അഭിപ്രായമാണ്. പിന്നെ സാമ്പത്തികമില്ലായ്മ സിനിമയെ ബാധിച്ചിട്ടുണ്ട്, അത്ര വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെയും ഇല്ല, വിളിക്കാത്തവരെ വിളിച്ചു, ഓക്കെ, വിളിക്കാത്തവരെ വിളിച്ചു. അതിനെപ്പറ്റി കണ്ടു വേണ്ടേ, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. കളമറ്റ് 24 എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക? തിയേറ്ററിൽ 3 ആഴ്ചയോളം ഓടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ OTT-യിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? OTT നമുക്ക് മിക്കവാറും ഒന്നും ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അവരെ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടില്ല. അവരെ ആദ്യം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. OTT മിക്കാൻ വരും. OTT-യിൽ തന്നെ വരണം എന്നാണ് ആഗ്രഹം. അതെ, അത് വരും, എന്തായാലും വരും. അതെ, എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരുപാട് ചോദിക്കുന്നു, പടം കണ്ടില്ല, പറ്റിയില്ല. അപ്പം നമ്മൾ OTT എല്ലാവരും OTT കാണാൻ വെച്ചില്ല. സോ ഈ സിനിമ ചെയ്യുമ്പോൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? സാമ്പത്തികം, പിന്നെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നിട്ട് നമുക്ക് പണി ചെയ്യുക. നമ്മൾ ഒരാളെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങുമ്പം തിരിച്ചാ വിശ്വാസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് വിഷമമുണ്ടാവും. അത് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഈ പോസ്റ്റ് പ്രോസസ് സമയത്താണ് എനിക്ക് പ്രശ്നമുണ്ടായത്, ശരിക്കും പ്രശ്നമുണ്ടായത്. അല്ലാതെ ഷൂട്ടിൻ്റെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായത് ഈ പോസ്റ്റ് പ്രോസസ് സമയത്താണ് ശരിക്കും എനിക്ക് പ്രശ്നമുണ്ടായത്. അത് ഞാൻ പുറത്ത് പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വളരെ ഡിസ്കറേജ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് പറ്റുമോ എന്ന രീതിയിൽ ചോദിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ സമൂഹം അങ്ങനെയല്ലേ, അത് നമ്മൾ നോക്കണ്ട. പറയുന്നത് വേറെ, നമ്മൾ ജോലി ചെയ്യുക, നല്ലത് മാത്രം എടുക്കുക. അതിൽ അത്ര പറയുന്നതൊക്കെ എന്തും പറയാമല്ലോ. അത് കേൾക്കാൻ പോയാൽ നമുക്ക് സമയമില്ല. നമുക്ക് നമ്മുടെ എയിം എന്താണ് അതിലേക്ക് പോവാം. അത് വേറെ ഒന്നും ഫോക്കസ് ചെയ്യില്ല, ഒന്നും ചിന്തിക്കുകയും വേണ്ട. ഓക്കെ, ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പം മാർക്കോ മൂവി ഞാൻ വിളിച്ചു, നേരിട്ട് കണ്ടു, സാമ്പത്തിക സഹായം ചെയ്തു. പിന്നെ ബിബിൻ ജോർജ് പുള്ളി എന്നെ ഡയറക്റ്റ് വിളിച്ചു, പിന്നെ എന്തെങ്കിലും അറിയിച്ചു. പിന്നെ കുറേ പേരൊക്കെ എല്ലാവരും മെസ്സേജൊക്കെ അയച്ചു. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അതിന് ഒരിക്കലല്ല. സിനിമ ഇറക്കുന്നത് മാത്രം വിചാരിച്ചത്, ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനപ്പുറത്തേക്ക് ആലോചിക്കുന്നില്ല. സിനിമ ഇറക്കുക, 10 പേര് കാണുക, ഇത് മാത്രം എൻ്റെ ആഗ്രഹമല്ലായിരുന്നു. എത്രത്തോളം മുമ്പാശം നടക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് എഴുതുന്ന ആളാണ്, സ്ക്രിപ്റ്റ് ഒരുപാട് കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അടുത്ത സിനിമയുടെ ഐഡിയാസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. തൽക്കാലം എൻ്റെ സ്ക്രിപ്റ്റും മാറ്റി വെച്ചിരിക്കുകയാണ്. വേറെ സ്ക്രിപ്റ്റൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും അടുത്തൊരു സിനിമ ഉണ്ടാകും. വേണ്ടേ? അതെ, തീർച്ചയായും വേണം. ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു സിനിമ പുതുമുഖങ്ങളെ വെച്ചിട്ടായിരുന്നു, എല്ലാ പുതുമുഖങ്ങളായിരുന്നു സിനിമയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതാണെങ്കിലും. പിന്നെ അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മുൻനിരയിലുള്ള നടന്മാരോ ഉൾപ്പെടുത്തുമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ആരെങ്കിലും അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നോ, അല്ലെങ്കിൽ ആഗ്രഹം? അത് പുറത്ത് പറയാൻ പറ്റില്ല, കോൺഫിഡൻഷ്യൽ ആണ്. അത് സമയം വാങ്ങിയ പോലെ സസ്പെൻസ് ആണ്. ഓക്കെ, ആ ഒരു ത്രില്ലിങ്ങോട് കൂടി തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായും അതിന്റെ ഭാഗമാകും എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട്. ആരായാലും പറയത്തില്ല, അത് കൺഫേം ആയിട്ട് പറയാം. ഓക്കെ, സോ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻബോൺ ടാലന്റ് തന്നെയാണ്. അപ്പോൾ പഠനകാലത്തിലൊക്കെ എങ്ങനെയായിരുന്നു അതിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? അത്യാവശ്യം പഠിക്കുകയായിരുന്നു. നാടകങ്ങളോ അങ്ങനെയൊക്കെ? ആദ്യം നാടകം എഴുതി, പിന്നെ അതിന് കുറേ ഈ ബുക്കിനായിട്ടൊക്കെ നമ്മുടെ ഈ പണ്ടൊക്കെ യക്ഷിക്കഥ അതൊക്കെ എഴുതുന്നുണ്ട്. യക്ഷിക്കഥയൊക്കെ എഴുതുന്നുണ്ട്. 2 രൂപ പോപ്പിൻസ് എൻ്റെ കൂട്ടുകാരൻ വാങ്ങിച്ചു വെച്ചിട്ട് അവനെ കൊണ്ട് എഴുതിച്ചു. പോപ്പിൻസിൽ തുടങ്ങിയതാണ്. അവനിപ്പോഴും നോക്കുന്നുണ്ടാവും. അങ്ങനെ കാശ് പഠിക്കുന്ന സമയത്ത്
എനിക്ക് ചെറിയ ഡയറിയില്ല ഉണ്ടായി. അപ്പം എനിക്ക് അന്ന് തൊട്ടേ ഈ മറ്റേ പതയപ്പാഞ്ചായില്ലേ അത് പഠിച്ചതിന് ശേഷം എനിക്ക് ഒന്നാമത് സിനിമയെ പറ്റി ആഗ്രഹം ഉണ്ടായി. അതും കൂടെ ആയപ്പോൾ ആരും കൂടി എന്തെങ്കിലും എഴുതാന്ന് ചുമ്മാ എഴുതി അങ്ങനെ എഴുതിക്കുന്ന കൂട്ടത്തിലാണ് ഇവിടെ മറ്റേ എന്താ ചെറിയ ഡയറി വാങ്ങി എന്തിനൊന്നും അറിയില്ല. എന്നെ തൊട്ടപ്പുറത്ത് നിന്ന് അവൻ പറഞ്ഞു നോക്കുക, അവൻ എഴുതും. എനിക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 രൂപ പോപ്പിൻസ് വാങ്ങിച്ചു നോക്കും. അവനൊക്കെ എഴുതിക്കും. അങ്ങ് കുറേ കഥകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ തുടക്കം. പിന്നെ എത്ര ആക്ടിവിറ്റീസ് തന്നെ എന്താ നമുക്ക് ക്രിക്കറ്റിലേക്കും പിന്നെ ആദ്യം ക്രിക്കറ്റിലേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പോയി പഠിക്കുന്ന സമയത്ത് ക്യാമ്പസ് ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ചെയ്തില്ലയോ, ഞാൻ പോയി എടുത്തില്ല. ഹാൻഡിക്കാപ്പ് മാറി നിൽക്കുക. അപ്പോഴൊക്കെ ഒരുപാട് വിഷമം തോന്നിയിരുന്നു. അതിന് ഭയങ്കര വിഷമമുണ്ടായി. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ക്രിക്കറ്റ് കളിക്കണം. അതൊരു ആഗ്രഹം ഒരു ക്രിക്കറ്റ് കളിക്കാനാണോ. അത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്യും. എടുത്തില്ല. ഓക്കെ. ഇതിനു മുൻപ് സിനിമ ചെയ്യുന്നതിന് മുൻപായിട്ട് ഷോർട്ട് ഫിലിംസിലൂടെയായിരുന്നു ഈ ഒരു രംഗത്തേക്ക് വന്നത്. അപ്പൊ ഷോർട്ട് ഫിലിം എപ്പോഴാണ് റിലീസ് ചെയ്തത്? ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒക്കെ എങ്ങനെയായിരുന്നു എടുത്തത്? ആദ്യത്തെ ഷോർട്ട് ഫിലിം ശരിക്കും നിന്ന് ചെയ്യേണ്ട അമ്മ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തു. അത് 2012-11 ആ സമയത്താണ്. അത് ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അഭിനയം വേഗം അഭിനയല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ട്. അത് ക്ലൈമാക്സ് പിച്ചക്കാരൻ വീണു, എല്ലാം തരാൻ പറയുന്നു. അപ്പം ഇതൊന്നുമില്ലെന്ന് പറയുന്നു. ആ ഫാമിലി അകത്ത് കഴിഞ്ഞ് നോക്കുമ്പം ഭയങ്കര മഴയാച്ചാലും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. തിരിച്ച് നോക്കത്തെ ഒരു മൈപ്പീരി ഒരാടെ കഴിയും. ശ്രീകൃഷ്ണനായി അഭിനയിച്ചതാണ്. ഓക്കെ. അതെ, അതിൽ ഈ ലിസ്റ്റ് കണ്ടില്ല എവിടെയാണെങ്കിലും ഇതെവിടെയാണ് നോക്കാം. ഓക്കെ. ആ ഒരു ഷോർട്ട് ഫിലിം എങ്ങനെയായിരുന്നു? എഴുതിയതും എടുത്തതും എല്ലാം സാർ തന്നെയായിരുന്നു. ഓക്കെ. എഴുതി പിന്നെ അതും വലിയൊരു കഥ കേട്ടോ. ഷോപ്പിന് ചെയ്യുമ്പോൾ ഇപ്പം മറ്റേ ക്യാമറ എന്തോന്നും അറിയട്ടെ കണ്ടിട്ട് എന്നാലും അപ്പം അങ്ങനെ സമയം കുറേ പേര് നമ്മൾ റിക്വസ്റ്റ് ചോദിക്കും അഭിപ്രായം നോക്കി. ഇപ്പം പലരും പറഞ്ഞു കല്യാണത്തിന് വീഡിയോ എടുക്കണമോ അല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ അതല്ല സിനിമ എനിക്കറിയാം. അങ്ങനെ അതിന് പേരും കൈയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയില്ല. നേരെ അടുക്കവാസാണ് ഇരുപത്തായം അതിൻ്റെ ബുക്കുണ്ട്. അതും വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ഈ കുറച്ച് വിഷയം നോക്കി കണ്ടു. അപ്പോൾ വാങ്ങിച്ച സിനിമ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ അത് ഡീറ്റെയിലും ക്ലിപ്റ്റാണ്. ഇതിന് ഓരോ ഷോട്ട് ഇങ്ങനെ പോകുന്നു ഡീറ്റെയിൽ. നമ്മളെ അങ്ങനെയൊന്നുമില്ല. 4 വരി ഡയലോഗും ടീം അതേ ഇത് ബാക്കിന് മനസ്സൊക്കെ പോകണം എങ്ങനെ എടുക്കണം. അത് പക്ഷേ ഷൂട്ട് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആരായിരിക്കും? അങ്ങനെ ഇന്നയാളെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാം റോൾ മോഡലാണ്. എല്ലാവരിൽ നിന്നും പഠിക്കാൻ ഒരുപാടുണ്ട്. പല വ്യത്യസ്ത ആൾക്കാരല്ലേ, പല സിനിമകളും വ്യത്യസ്തമല്ലേ. അതെ. അവരെയൊക്കെ എല്ലാ സിനിമയും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമ ചെയ്യാൻ. ഒരു സിനിമ ആക്ട് ചെയ്തിട്ടില്ല, ഒരു സിനിമ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു സിനിമ എടുക്കുന്നതിന് മുമ്പ്? ഇതിനു മുൻപ് മറ്റ് സിനിമകളുടെ ഭാഗമായിട്ടില്ല അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അവരെല്ലാം പിന്നെ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് ജോലിയുണ്ടല്ലോ, അതൊന്നും എന്നെക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പലരും പറഞ്ഞു. അപ്പോൾ അവരെ കാഴ്ചപ്പാടിട്ട് ഇപ്പോൾ ശരിയായിരിക്കും, നീ സ്വന്തമായിട്ട് പറയാൻ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ പോയിട്ടോ, പിന്നെ ക്ലിപ്പ് ചെയ്യും തിരക്കരങ്ങനെ പലത്തും പോയിട്ടുണ്ട്. ഞാൻ എന്നെ കഥ കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഒരാളെ ഒരു പ്രൊഡ്യൂസർ കഥ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ചെയ്യാൻ വന്നിട്ട് എല്ലാം ഓക്കെ ആണ് വന്നിട്ട് എനിക്കന്ന് ഈ സിനിമയെ പറ്റി വലിയ അറിവൊന്നുമില്ല. എന്നാ ഇപ്പോൾ ഒരു 2014 ആക്കാനല്ലോ. ആ സമയത്ത് നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയ സജീവമൊന്നുമല്ല. ആ സമയത്തും നമ്മളിങ്ങനെ പുള്ളിയായിട്ട് കഥ പറഞ്ഞു. പുള്ളി പറഞ്ഞു നീ ദിലീപിനെ പോയി കാണുന്നത്. എനിക്ക് ദിലീപ് ആരെന്ന് വെച്ചാൽ ഞാൻ നേരെ ദിലീപിൻ്റെ വീട്ടിൽ പോയി. അത്
കണ്ടില്ല. പിന്നെ തിരിച്ചു വന്ന് ചേട്ടാ കാണാൻ പറ്റിയ നമ്പർ ഇട്ടിട്ടുണ്ടെന്ന്. ശരി, ഒരു അസോസിയേറ്റ് പുതിയ അസോസിയേറ്റ് ഡയറക്ടറെ പിടിക്കാൻ പുള്ളി നമുക്ക് ഡയറക്ടർ ആക്കാം എന്തൊക്കെ ശരിയാകും. അങ്ങനെ ഞാൻ ഡയറക്ടറെ കണ്ടു. പുള്ളി ചെയ്യാനുമാണ് ഒരു ദിവസം ഉണ്ടല്ലോ. അങ്ങനെ പുള്ളിയത് എല്ലാം സെറ്റായി വന്നപ്പോൾ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. ഞാൻ പുള്ളി നേരിട്ട് പോയി കണ്ടപ്പം വേറെ സമയത്തായിരുന്നു ഒരുക്കുണ്ട്. ആ സമയത്തായപ്പം ഇൻഡസ്ട്രിയെ 4-5 പലതൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നപ്പം ആ പ്രൊഡ്യൂസർക്ക് എന്തൊരു വാക്ക് പറയുകയാണ്. ആദ്യം പറയാം, ചേട്ടാ മോനെ എനിക്ക് താല്പര്യമില്ല, വരാൻ നോക്കട്ടോ. നമ്മളെ ഇത്ര ഓടിപ്പിച്ചിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ എത്തിച്ച് അവസാനം വേണം. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തു, ആളുകളെല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കാനായിട്ട് ആരെങ്കിലും അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? കൊടുക്കാൻ തയ്യാറാണോ? കൊടുക്കാം. പിന്നെ എൻ്റെ കഥ കേട്ട് 2-3 ആർട്ടിസ്റ്റുകൾക്ക് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് പ്രൊഡക്ഷൻ മണക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വിളിച്ച് പ്രൊഡക്ഷൻ മണക്കും. ഓക്കെ. എനിക്ക് എൻ്റെ ഗിഫ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ മനസ്സിൽ കുറേ സാധനങ്ങളുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുക അവിടെ നിന്ന് തന്നെ എടുക്കും. അത്ര. ഇനി നമുക്ക് സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള വശത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമറ എടുത്തു എന്ന് കേട്ടു, അത് കഴിഞ്ഞ് ക്യാമറ വിറ്റു എന്ന് കേട്ടു. എന്തൊക്കെയായിരുന്നു അതിന് പിന്നിലെ കഥ? അത് സിനിമ ചെയ്യാൻ വേണ്ടി ഉള്ള വാർഡുകളെല്ലാം മുട്ടി എല്ലാ വാർഡിലും അടഞ്ഞു. അവസാനം ഞാൻ വിചാരിച്ചു നമുക്കൊരു ലോൺ എടുക്കാം. അങ്ങനെ ഒരു ലോൺ എടുത്തു, ക്യാമറയൊക്കെ എടുത്തു. അത്യാവശ്യം സിനിമ ചെയ്യുന്ന ക്യാമറ എടുത്തു. പിന്നെ അതെനിക്കൊരു ഉപജീവനമാകുമല്ലോ. അങ്ങ് എടുത്തു. അതെടുത്തിട്ട് 3-ാമത്തെ മാസം ഈ സിനിമയെ ഷൂട്ട് തുടങ്ങി. 6-ാമത്തെ മാസം ഈ സിനിമയെ ഷൂട്ട് തുടങ്ങി. ആ ക്യാമറ എടുത്തിട്ട് 6-ാമത്തെ മാസം സിനിമയെ ഷൂട്ട് തുടങ്ങി. ഒരു 1-1.5 വർഷം തിരക്കില്ലാതെ പോയിരുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത കുറേ തിരിച്ചറിവുകയാണ്. ബാങ്കിലെല്ലാം മുടങ്ങി കുറേ സാമ്പത്തിക പ്രശ്നം. അങ്ങനെയാണ് കൊടുക്കേണ്ടി വന്നത് ക്യാമറ? നല്ല കൊടുക്കത്തില്ല. എൻ്റെ ലൈഫിലെ എന്നെ സ്വപ്നത്തിന് പിന്നെ ആ ക്യാമറ ഉണ്ട്. കൊടുത്താൽ ഇപ്പോഴും ക്യാമറ വെച്ചുണ്ട്. കുറച്ച് പൈസയായിട്ട് പുള്ളിക്ക് ക്യാമറ തിരിച്ചെടുക്കും. എന്തായാലും ക്യാമറ തിരിച്ചെടുക്കും എന്തായാലും. അതെൻ്റെ ഒരു എൻ്റെ ഡ്രീമിൻ്റെ ഒരു സംഭവം. ഞാൻ എൻ്റെ ഡ്രീം തന്നെ ആ ക്യാമറ. എന്തായാലും സാധിക്കട്ടെ, ഉടനെ തന്നെ സാധിക്കട്ടെ. ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ബാല്യകാലം മുതൽ എങ്ങനെയായിരുന്നു ലൈഫൊക്കെ, പഠനവും എല്ലാം? ഗ്രാജുവേഷൻ? നമ്മൾ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നാട്ടിൽ പോവാ. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. അവരോടൊക്കെ നമ്മൾ പണ്ടത്തെ എല്ലാ കളികളും ക്രിക്കറ്റും ഏറുപന്തും വട്ടും എല്ലാം കളിക്കും. അങ്ങനെ ഹാപ്പി ആയിട്ടൊരു ബാല്യകാലം. എല്ലാ 90s കിഡുള്ള ഒരു ബാല്യകാലം എനിക്കുണ്ട്. 90s കിഡാണ്. ഓക്കെ. പിന്നെ 10ാം ക്ലാസ് പിന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കൈകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് ഒരു കൈവിനെ വിളിച്ച് പരീക്ഷ എഴുതി. അതുകൊണ്ട് പിന്നെ +2 ഡിഗ്രി പോളിടെക്നിക് എല്ലാം ഇതൊരു യാത്രയല്ലേ. ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ 22 വർഷം എഡ്യൂക്കേഷൻ ലൈഫാണ് അത്. ഈ ഒരു ലൈഫിൽ ആരെങ്കിലും കൂടെ കൂടിയിരുന്നോ? ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോ, പ്രണയമൊന്നുമില്ല. ചെറുതെ നാണം വരുന്നുണ്ട് പറയാനില്ല. പ്രണയമൊന്നുമില്ല. അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അതും പ്രണയമാണ്. അങ്ങോട്ട് തോന്നുന്നു മനസ്സിലായിട്ട് പ്രണയം. ആ, മനുഷ്യനല്ലേ, അതാണ് ഏറ്റവും മനോഹരം അല്ലേ? അങ്ങനെ പ്രണയമൊക്കെ തോന്നുന്നു. പ്രണയം പലതും തോന്നുന്നു. 2-3 തോന്നുന്നു വന്നിട്ടുണ്ട്. ആരെക്സ്ട്രാ ഒരു ആൻസറും പറഞ്ഞില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി വേണ്ട, മറ്റേ ഇതെൻ്റെ കാമുകീശനെ സിനിമയാണ് കാമുകി. കാരണം ജീവിതത്തിൽ ഒരു അത് നിർത്താൻ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടല്ലോ. ഇപ്പോൾ ഓരോ പെൺകുട്ടിക്ക് ഓരോ കാഴ്ചപ്പാടാണ്. അപ്പം അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളൊന്നുമില്ല. അതൊക്കെ വിഷയമില്ല. പിന്നെ പ്രണയം കേൾക്കണം ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമ വന്നതിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരാധകരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടോ? ആരാധികമാരൊക്കെ?
ആരാധകം എന്ന് പറയുന്നത് അത് എന്താ പറയുക നമ്മൾ സിനിമ ചെയ്യുന്ന പോയി കിട്ടിയ അത് അംഗീകാരത്തിന് പോയി കിട്ടിയ അല്ല പേഴ്സണൽ ലൈഫായിട്ട് കിട്ടിയൊന്നുമല്ല. അല്ല, അംഗീകാരമായിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയാനുള്ളിൽ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. ഒരു നിങ്ങൾ പെട്ടെന്ന് പെടാന്ന് പറഞ്ഞപ്പം കുറച്ച് പിന്നോട്ട് പോയി, കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അത്ര കാരണം അത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ അതൊക്കെ വിഷമമായിരിക്കും. അത് ഇപ്പോൾ ജീവിതത്തിലെ ഇനി പിണയ്ക്കുകയാണെങ്കിൽ എൻ്റെ സിനിമയും പിണയ്ക്കുക. സിനിമ മാത്രമാണ് ഇനിയുള്ള പ്രണയം, ഒരിക്കലും മാറാത്ത പ്രണയം സിനിമയാണ്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് അത് തിരിച്ചു തന്നത്. വർഷത്തോളം 12 വർഷമായി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു ആ ഒരു സ്നേഹം തിരിച്ചു തന്നത് സിനിമയാണ്. അതെ, തീർച്ചയായും. ഓക്കെ, സോ ഫാമിലി ആരൊക്കെയാണ്? അച്ഛനമ്മ, പെങ്ങൾ, അച്ഛൻ മരിച്ചു, പിന്നെ 4 പിള്ളേർ. ബാച്ചിലർ ആണ്. ഓക്കെ, ഫാമിലിയിലേക്ക് ഒരു മെമ്പറെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ടോ? വേണ്ടേ? വേണം. ഉണ്ടോ? തീരുമാനം എന്തെങ്കിലും ഉണ്ടോ? ഉടനെ ഇല്ല. അങ്ങനെ ഒരാൾ പ്രണയിക്കാൻ വരുമ്പോ സിനിമയോടുള്ള പ്രണയം കുറയോ? ഒരിക്കലില്ല. ഇല്ല. സിനിമ ഫസ്റ്റ് ലവ് സിനിമയാണ്. അങ്ങനെ ആയിരിക്കും. ആദ്യം ഭാര്യയും സിനിമ തന്നെ ആയിരിക്കോ? ആദ്യ ഭാര്യ സിനിമയാണ്. ഓക്കെ, അതുകൊണ്ടല്ലേ എന്നെ സിനിമ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയും. എല്ലാരെങ്കിലും അറിയൂ, അതാരും അറിയത്തില്ല. പിന്നെ ഫാമിലി ലൈഫ് വേണം. ആഗ്രഹിച്ച അറിയില്ലല്ലോ. പിന്നെ ഇപ്പം അമ്മയിപ്പോൾ ഒറ്റയ്ക്കാണ്, നമുക്കൊരു കൂട്ടായിട്ട് ഒരാളെന്ന് വേണം ആഗ്രഹം. അതിനൊന്നും പോകുന്നില്ല, അതായിരിക്കുന്നതാണോ? അതെ. ഓക്കെ, അപ്പൊ സിനിമ റിലീസ് ചെയ്തു, ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇനിയുള്ളൊരു ലക്ഷ്യം എന്തായിരിക്കും? സിനിമയും കുറേ എൻ്റെ ഡ്രീം സിനിമ ഒരു 2-2 വർഷം ഞാൻ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് അത് ഇപ്പം അതിനെ സ്ക്രിപ്റ്റാക്കി വെച്ചിരുന്നു. അത് നല്ലൊരു സിനിമ. ആ സിനിമയിലേക്ക് എത്താൻ വേണ്ടി ഒരു യാത്ര തുടങ്ങി. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രം, ട്രെയിലർ മാത്രം. വഴിയെ നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. ഓക്കെ, സോ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.